സുഹൃത്തുക്കളെ, നിങ്ങളിൽ സ്ഥിരമായി ഐസ്ക്രീം കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ വാട്സാപ്പിൽ അയച്ചു തന്നൊരു മെസ്സേജാണ്. ഇത് ഫുൾ കേൾക്കുക, എന്നിട്ട് പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ഈ വോയിസ് കേട്ടിട്ടുണ്ടാവും, എന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അജിത്തെ, ഇപ്പം ഭയങ്കരമായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ വരുന്നവർക്ക് ഫൾമിനൻ്റ് ഹെപ്പറ്റൈറ്റിസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൽ ഭയങ്കര ഒരു മ്യൂട്ടേഷൻ വൈറസിന് സംഭവിച്ചിട്ടുണ്ട് എയ്ക്ക്. വിതിൻ ഡേയ്സും കൊണ്ട് 4 or 5 ഡേയ്സും കൊണ്ട് ആൾക്കാർ ഡെത്തിലേക്ക് പോവുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസം ഇവിടെ തളിപ്പറമ്പിലെ ഒരു CIയുടെ 2 ആൺമക്കൾ മരിച്ചുപോയ ന്യൂസ് വരാൻ കാരണം. ഇതൊക്കെ കാണിക്കുന്നത് എന്തോ ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസിന് വലിയ തോതിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്തുനിന്നും തണുത്തതോ ജ്യൂസുകളോ അങ്ങനത്തെ ഒരു ഐറ്റമും കഴിക്കാതിരിക്കുക. നന്നായിട്ട് തിളച്ച വെള്ളം തണുത്തതിന് ശേഷം കുടിക്കുക, അല്ലെങ്കിൽ ചായ മാത്രം കുടിക്കുക, വിശ്വസിക്കാവുന്ന കുപ്പിവെള്ളം വാങ്ങിക്കഴിക്കുക. ഇതൊക്കെ ഇപ്പം രക്ഷയുള്ളൂ. കാരണം ഇതിപ്പം മെഡിക്കൽ ഫീൽഡിലുള്ള നമുക്കിതിപ്പം ഭയങ്കരമായിട്ട് പ്രശ്നമായി വരുന്നുണ്ട്. എൻ്റെ മോളൊക്കെ ഇപ്പം പറയുന്നതുകൊണ്ട് ഫൾമിനൻ്റ് വന്നു കഴിഞ്ഞാൽ 4 or 5 ദിവസം കൊണ്ടാണ് ഡെത്ത് വരുന്നതെന്ന് ഇപ്പോൾ അവളിപ്പം പരിയാരത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്ര തീവ്രമായ ഒരു വൈറൽ മ്യൂട്ടേഷൻ വന്നിട്ടുണ്ട് ഈ എയ്ക്ക്. വലിയൊരു പ്രശ്നക്കാരനല്ല. വൈറസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 25 കൊല്ലത്തേക്ക് പിന്നെ വരില്ല. അങ്ങനെ സെൽഫ് ഇമ്മ്യൂണിറ്റിയുള്ളൊരു വൈറസാണത്. അതിന് വലിയ ട്രീറ്റ്മെൻറ്റും വേണ്ടായിരുന്നു, റെസ്റ്റ് മാത്രം മതി. ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷനൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അല്ലാതെ അതിന് ഇപ്പം നമുക്കാണെങ്കിൽ എയ്ക്ക് വാക്സിനും ഉണ്ട്, അവൈലബിൾ ആണ്. പക്ഷേ ഈ ഫൾമിനൻ്റ് ഹെപ്പറ്റൈറ്റിസിലേക്ക് പെട്ടെന്ന് മാറുകയാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു 4 or 5 ദിവസം കൊണ്ട് ആൾ ഡെത്തിലേക്ക് പോവുകയാണ്. എൻസെഫലോപ്പതി അടിക്കും, ലിവർ ഡാമേജ് വരും, ഭയങ്കര സിവിയർ ബ്ലീഡിങ് വരുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു അർജൻറ്റ് കാര്യമാണ്. കഴിക്കണ്ടേ ആരോ. കോഴിക്കോട് ജില്ല മഞ്ഞപ്പിത്തത്തിൻ്റെ അസാധ്യം ഔട്ട് ബ്രേക്കിലാണുള്ളത്. ഇന്ന് ഞാനിപ്പോൾ പോയ കല്യാണത്തിന് വെൽക്കം ഡ്രിങ്ക് കർശനമായിട്ട് ഒഴിവാക്കിയതാ. അതുകൊണ്ട് ആൾക്കാർ ശ്രദ്ധിച്ചുകൊള്ളുക. കുട്ടികളെയും കാര്യമല്ല, ഭയങ്കര അപകടം പിടിച്ച സ്ഥിതിയാണ്. അപ്പം കഴിഞ്ഞ ദിവസം എവിടെയാ, കീഴല് വടകര 600 ആൾ പങ്കെടുത്ത കല്യാണത്തിൽ ഏകദേശം 500-ന് മേലെ ആൾക്കാർക്ക് മഞ്ഞപ്പിത്താണ്. പ്രത്യേകിച്ച് ഫാറ്റി ലിവറിൻ്റെ പ്രശ്നമുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോൾ ഫാറ്റി ലിവർ പ്രശ്നം, അങ്ങനെയുള്ളവർക്കാണ് ഡെത്ത് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ലോക്കലി ഉള്ള സാധനങ്ങൾ കഴിയുന്ന ഒഴിവാക്കി കേട്ടോ.